ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA ഹിസ്റ്ററിയുടെ 6th സെമസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് മെത്തഡോളജി ഓഫ് ലോക്കൽ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ് എന്നത്. അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, ജനറലൈസേഷൻ. എന്താണ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ? പരിമിതമായ നിരീക്ഷണങ്ങളെയോ അനുഭവങ്ങളെയോ അടിസ്ഥാനമാക്കി ഒരു ഗ്രൂപ്പിനെയോ വിഭാഗത്തെയോ പ്രതിഭാസത്തെയോ കുറിച്ച് വിശാലമായ പ്രസ്താവനകളോ നിഗമനങ്ങളോ നടത്തുന്ന പ്രവൃത്തിയെയാണ് സാമാന്യവൽക്കരണം അഥവാ ജനറലൈസേഷൻ എന്ന് പറയുക. നമ്മൾ എന്തെങ്കിലും ഒരു സംഭവം കണ്ടു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് അവരങ്ങനെയാണെന്ന് നമ്മളൊരു അഭിപ്രായം പറയുക, ഒരു നിഗമനത്തിൽ എത്തിപ്പെടുക, അതാണ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരു വലിയ ജനസംഖ്യയെയോ പ്രതിഭാസത്തെയോ പ്രതികരിക്കുന്നതിനോ നിഗമനങ്ങളിൽ എത്തുന്നതിനോ ഡാറ്റയുടെ ഒരു ചെറിയ സാമ്പിൾ അല്ലെങ്കിൽ ഉപവിഭാഗം ഉപയോഗിക്കുന്നത് ആണ് ഈ ജനറലൈസേഷനുള്ള ഒരു മാർഗം. പ്രവചനങ്ങൾ നടത്തുന്നതിനോ പാറ്റേണുകൾ തിരിച്ചറിയുന്നതിനോ സാമാന്യവൽക്കരണം ഉപയോഗപ്രദമാണെങ്കിലും ഇത് വ്യക്തികളെയോ ഗ്രൂപ്പുകളെയോ കുറിച്ച് കൃത്യതയില്ലാത്തതോ അന്യായമോ ആയ അനുമാനങ്ങളിലേക്കാണ് എത്തിക്കുക. അതുകൊണ്ട് തന്നെ സാമാന്യവൽക്കരണത്തെ ജാഗ്രതയോടെ സമീപിക്കുകയും വിപുലമായ നിഗമനങ്ങൾ നടത്തുന്നതിന് മുമ്പ് അധിക ഡാറ്റയും കാഴ്ചപ്പാടുകളും തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇനി MLA സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡേൺ ലാംഗ്വേജ് അസോസിയേഷൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇതൊരു ഫോർമാറ്റിംഗ് ശൈലിയാണ്. സാഹിത്യം, ഭാഷ, സാംസ്കാരിക പഠനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ഹ്യൂമാനിറ്റീസ് മേഖലകളിൽ ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. MLA ശൈലിയിൽ ഇൻടെക്സ്റ്റ് അവലംബങ്ങൾ സാധാരണയായി രക്ഷാകർതൃ പ്രബന്ധങ്ങളിൽ ഉൾപ്പെടുത്തുകയും രചയിതാവിൻ്റെ പേരും പേജ് നമ്പറും ഉൾപ്പെടെയുള്ള ഉദ്ധരിക്കുന്ന ഉറവിടങ്ങളെക്കുറിച്ചുള്ള ഹ്രസ്വമായ തിരിച്ചറിയൽ വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നു. പ്രബന്ധത്തിൻ്റെ അവസാനത്തിൽ ഒരു കൃതി ഉദ്ധരിച്ച പേജ് വാചകത്തിനുള്ളിൽ ഉദ്ധരിച്ച എല്ലാ ഉറവിടങ്ങളുടെയും പൂർണ്ണ ഗ്രന്ഥ സൂചികാ വിവരങ്ങൾ പട്ടികപ്പെടുത്തുന്നുണ്ട്. മാർജിനുകൾ, ഫോണ്ട് വലുപ്പം, തലക്കെട്ടുകൾ എന്നിവയുൾപ്പെടെ പേപ്പർ ഫോർമാറ്റ് ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും MLA ശൈലിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇനി എന്താണ് ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ? അതായത് ആത്മകഥ. ഒരു വ്യക്തിയുടെ ജീവിതകഥയുടെ ലിഖിത വിവരണമാണ് ആത്മകഥ എന്ന് പറഞ്ഞാൽ. ബാല്യം, വിദ്യാഭ്യാസം, കരിയർ, ബന്ധങ്ങൾ, മറ്റ് പ്രധാന വശങ്ങൾ എന്നിവയുൾപ്പെടെ രചയിതാവിൻ്റെ ജീവിതത്തിലുടനീളമുള്ള സുപ്രധാന സംഭവങ്ങളെല്ലാം സ്വന്തം എഴുതുന്നതാണ് ഏത് ആത്മകഥ. അപ്പോൾ ഒരു വ്യക്തിയുടെ പാരമ്പര്യം രേഖപ്പെടുത്തുക, മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ വ്യക്തിപരമായ കഥ പങ്കിടുക, ഇങ്ങനെ വിവിധ കാരണങ്ങളാൽ ആത്മകഥകൾ എഴുതാൻ പറ്റും. അപ്പോൾ പലപ്പോഴും രചയിതാവിൻ്റെ കാഴ്ചപ്പാടിനെയും പ്രചോദനങ്ങളെയും കുറിച്ചുള്ള ഉൾക്കാഴ്ച നൽകുന്നതാണ്. അപ്പോൾ കൂടാതെ ഒരു പ്രത്യേക കാലഘട്ടമോ വിഷയമോ പഠിക്കുന്ന ചരിത്രകാരന്മാർക്കും ഗവേഷകർക്കും ഇതൊരു വലിയ സംഭാവന നൽകുന്നതാണ് ഏത് ആത്മകഥ. അപ്പോൾ ഒരു ആത്മകഥ എഴുതുമ്പോൾ രചയിതാവ് ചില പ്രമേയങ്ങളിലോ സംഭവങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ അവരുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ സമഗ്രമായ വിവരണം നൽകാനോ തിരഞ്ഞെടുക്കുന്നുണ്ട്. ആഖ്യാനം മെച്ചപ്പെടുത്തുന്നതിന് അവയിൽ ഫോട്ടോഗ്രാഫുകൾ, കത്തുകൾ, മറ്റ് വ്യക്തിഗത രേഖകൾ ഇവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരാളുടെ വ്യക്തിഗത കഥ രേഖപ്പെടുത്തുന്നതിനും പങ്കിടുന്നതിനുമുള്ള ശക്തമായിട്ടുള്ള ഉപകരണമാണ് എന്ത് ആത്മകഥ എന്ന് പറഞ്ഞാൽ. കൂടാതെ വായനക്കാർക്ക് പ്രചോദനത്തിൻ്റെയും ഉൾക്കാഴ്ചയുടെയും വിലയേറിയ ഉറവിടം ഇതിന് നൽകാൻ കഴിയുന്നുണ്ട്. ഇനി എന്താണ് അപ്പൻഡിക്സ് എന്ന് പറഞ്ഞാൽ? ഒരു ഡോക്യുമെൻറ്റിൻ്റെയോ ഗവേഷണ പ്രബന്ധത്തിൻ്റെയോ പ്രധാന ഉള്ളടക്കത്തെ പിന്തുണയ്ക്കുന്നതിന് അധിക വിവരങ്ങളോ ഡാറ്റയോ നൽകുന്ന അനുബന്ധ മെറ്റീരിയലുകളെയാണ് എന്ത് പറയുക? അനുബന്ധങ്ങൾ അഥവാ അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവയിൽ ചാർട്ടുകൾ, ഗ്രാഫുകൾ, പട്ടികകൾ, മാപ്പുകൾ, ഇമേജുകൾ, മറ്റ് പ്രസക്തമായ വിവരങ്ങൾ ഇവയൊക്കെ ഉണ്ടാകും. അവ ടെക്സ്റ്റിൻ്റെ പ്രധാന ശരീരവുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കില്ല, പക്ഷേ വിഷയത്തിലേക്കോ പഠനത്തിലേക്കോ ആഴത്തിൽ പര്യവേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വായനക്കാർക്ക് ഇത് ഉപയോഗപ്രദമായിട്ട് മാറാറുണ്ട്. അപ്പോൾ അനുബന്ധങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ അവ പ്രധാന വാചകത്തിൽ വ്യക്തമായി ലേബൽ ചെയ്യുകയും പരാമർശിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് ആവശ്യമാണ്. ഉദാഹരണത്തിന് ഡോക്യുമെൻറ്റിൻ്റെ പ്രധാന ബോഡിയിൽ ഒരു നിർദ്ദിഷ്ട പട്ടികയോ ഗ്രാഫോ നിങ്ങൾ പരാമർശിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലേക്കുള്ള ഒരു റെഫറൻസ് ഉൾപ്പെടുത്തുകയും അനുബന്ധങ്ങളിൽ വായനക്കാരന് അത് എവിടെ കണ്ടെത്താൻ കഴിയുമെന്ന് സൂചിപ്പിക്കുകയും വേണം.
അപ്പോൾ അനുബന്ധങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ അവ പ്രത്യക്ഷപ്പെടുന്ന ക്രമം പരിഗണിക്കേണ്ടതും പ്രധാനവുമാണ്. അവ സാധാരണയായി പ്രധാന വാചകത്തിൽ പരാമർശിക്കുന്ന ക്രമത്തിൽ പട്ടികപ്പെടുത്തണം. കൂടാതെ ഓരോ അനുബന്ധത്തിനും അതിൻ്റേതായ തലക്കെട്ട് ഉണ്ടായിരിക്കണം. കൂടാതെ എളുപ്പത്തിലുള്ള റഫറൻസിന് വേണ്ടിയിട്ട് എണ്ണുകയോ ലേബൽ ചെയ്യുകയോ വേണം. കൂടാതെ ഒന്നിലധികം അനുബന്ധങ്ങൾ ഉണ്ടെങ്കിൽ വിഷയം അല്ലെങ്കിൽ വിവരങ്ങളുടെ തരം അനുസരിച്ച് അവയെ ഗ്രൂപ്പ് ചെയ്യുന്നത് പരിഗണിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അതായത് ഗ്രൂപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ വ്യക്തവും സംഘടിതവുമായ രീതിയിൽ അധിക വിവരങ്ങൾ നൽകുന്നതിനും ഡാറ്റയെ പിന്തുണയ്ക്കുന്നതിനുമുള്ള ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഉപകരണമാണെന്ത് അനുബന്ധമെന്ന് എന്ന് പറഞ്ഞു. പക്ഷേ അവ വിവേകപൂർവ്വം ഉപയോഗിക്കുകയും വാചകത്തിൻ്റെ പ്രധാന രീതിയിൽ ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ അലങ്കോലമോ ഒഴിവാക്കാൻ ശരിയായ ലേബൽ ചെയ്യുകയും പരാമർശിക്കുകയും ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. ഇനി എന്താണ് ലോക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ? പ്രാദേശിക ബോധം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സ്ഥലത്തിനോടോ സമൂഹത്തോടോ ഉള്ള ശക്തമായ തിരിച്ചറിയൽ, അടുപ്പം, ഇവയ്ക്കാണെന്ത് പ്രാദേശിക ബോധം എന്ന് പറഞ്ഞത്. ഒരു പ്രത്യേക സ്ഥലത്തും അതുമായി ബന്ധപ്പെട്ട ആളുകൾ, സംസ്കാരം, ചരിത്രം എന്നിവയിൽ ആഴത്തിൽ വേരൂന്നിയതിൻ്റെ വികാരമാണ് ഏത് ലോക്കൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ശക്തമായ പ്രാദേശിക അവബോധമുള്ള ആളുകൾക്ക് അവരുടെ പ്രാദേശിക സമൂഹവുമായി ആഴത്തിലുള്ള ബന്ധം അനുഭവപ്പെടുന്നുണ്ട്. പലപ്പോഴും വ്യക്തിഗത താല്പര്യങ്ങളെക്കാൾ ആ സമൂഹത്തിൻ്റെ ക്ഷേമത്തിന് മുൻഗണന നൽകുന്നുണ്ട്. അവർ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പ്രാദേശിക ബിസിനസ്സുകളെ പിന്തുണയ്ക്കാനും പ്രദേശത്തിൻ്റെ സാംസ്കാരികവും ചരിത്രപരവുമായുള്ള പൈതൃകം സംരക്ഷിക്കാൻ പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ കുടുംബ പശ്ചാത്തലം, വിദ്യാഭ്യാസം, വ്യക്തിഗത അനുഭവങ്ങൾ, വ്യത്യസ്ത സംസ്കാരങ്ങളുമായും കമ്മ്യൂണിറ്റികളുമായും സമ്പർക്കം പുലർത്തൽ എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ഘടകങ്ങൾ കൊണ്ട് പ്രാദേശിക അവബോധം നമുക്ക് രൂപപ്പെടുത്താൻ കഴിയും. പൊതുവായ വെല്ലുവിളികളെയും ലക്ഷ്യങ്ങളെയും അഭിസംബോധന ചെയ്യാൻ ഒരുമിച്ച് പ്രവർത്തിക്കാൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് കമ്മ്യൂണിറ്റി ഐക്യവും സാമൂഹിക മൂലധനം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ഒരു നല്ല ശക്തിയായി ഇതിനെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതേസമയം പ്രാദേശിക ബോധത്തിന് ശക്തമായ ഊന്നൽ നൽകുന്നത് മാറ്റത്തോടുള്ള എതിർപ്പിലേക്കും പ്രതിരോധത്തിലേക്കും നയിച്ചേക്കാം. പ്രത്യേകിച്ചും ഒരു പ്രത്യേക ജീവിത രീതി സംരക്ഷിക്കുന്നതിനോ ബാഹ്യ സ്വാധീനങ്ങളെ ചെറുക്കുന്നതിനോ അമിതമായ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ പുതിയ ആശയങ്ങളോടും കാഴ്ചപ്പാടുകളോടും തുറന്ന സമീപനവും മറ്റ് കമ്മ്യൂണിസ്റ്റുകളുമായും സംസ്കാരങ്ങളുമായും ഇടപഴകാനുള്ള സന്നദ്ധതയും ഉപയോഗിച്ച് പ്രാദേശിക ബോധത്തെ സന്തുലിതമാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി വരുന്നത് ഫീൽഡ് ട്രിപ്സാണ്. ഫീൽഡ് യാത്രകൾ ക്ലാസ് മുറിക്ക് പുറത്ത് അല്ലെങ്കിൽ സാധാരണ പഠന അന്തരീക്ഷത്തിന് പുറത്ത് നടക്കുന്ന വിദ്യാഭ്യാസ അനുഭവങ്ങളാണ്. പലപ്പോഴും പഠിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട യഥാർത്ഥ ലോക ക്രമീകരണത്തിൽ നേരിടുന്ന അനുഭവങ്ങൾ, നിരീക്ഷണം, പരിസ്ഥിതിയുമായും അതിലെ ആളുകളുമായും ഇടപഴകൽ എന്നിവയിലൂടെ പഠിക്കാൻ അവ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നുണ്ട്. ശാസ്ത്രം, ചരിത്രം, കല, വിവിധ വിഷയങ്ങൾക്കും ഉദ്ദേശങ്ങൾക്കും ഫീൽഡ് ട്രിപ്പുകൾ സംഘടിപ്പിക്കാം. ഫീൽഡ് യാത്രകളുടെ ഉദാഹരണം ഒരു മ്യൂസിയം, നേച്ചർ റിസർവ്, അതുപോലെ ചരിത്രപരമായ സൈറ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ എന്നിവ സന്ദർശിക്കുന്നത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ യാത്രയുടെ സ്ഥലവും ഉദ്ദേശവും അനുസരിച്ച് അവ കുറച്ച് മണിക്കൂറുകൾ മുതൽ നിരവധി ദിവസങ്ങൾ വരെ ദൈർഘ്യമുള്ളതായി മാറാറുണ്ട്. ഇനി നമുക്ക് പറയാനുള്ളത് പ്ലേസ് നെയിംസിനെ കുറിച്ചാണ്. പട്ടണങ്ങൾ, നഗരങ്ങൾ, പർവ്വതങ്ങൾ, നദികൾ, ലാൻഡ്മാർക്കുകൾ എന്നിവ പോലുള്ള നിർദ്ദിഷ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾക്ക് നൽകിയ പേരുകളെയാണ് സ്ഥലനാമങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവ മനുഷ്യ സംസ്കാരത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും അടിസ്ഥാന വശമാണ്. ഭൗതിക ഇടങ്ങൾ തിരിച്ചറിയുന്നതിനും നാവിഗേറ്റ് ചെയ്യുന്നതിനുമുള്ള ഒരു മാർഗമാണ് ഈ ഒരു പ്ലേസ് നെയിംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, ചരിത്ര സംഭവങ്ങൾ, സാംസ്കാരിക പാരമ്പര്യങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ ഉറവിടങ്ങളിൽ നിന്ന് സ്ഥലനാമങ്ങൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ഒരു പട്ടണത്തിന് ഒരു പ്രാദേശിക ലാൻഡ്മാർക്ക് അല്ലെങ്കിൽ ഒരു ചരിത്ര വ്യക്തിയുടെ പേര് നൽകാം. അതേസമയം ഒരു നദിക്ക് ഒരു കാലത്ത് അതിൻ്റെ തീരങ്ങളിൽ താമസിച്ചിരുന്ന തദ്ദേശീയരുടെ പേര് നൽകാം. സ്ഥലനാമങ്ങൾക്ക് അവയ്ക്ക് പേരിട്ട ആളുകളുടെ മൂല്യങ്ങൾ, വിശ്വാസങ്ങൾ, ഐഡൻറ്റിറ്റികൾ എന്നിവ പ്രതിഫലിപ്പിക്കുന്നതിനുള്ള സാംസ്കാരികവും ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. അവയ്ക്ക് ഒരു പ്രദേശത്തിൻ്റെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക ചരിത്രത്തെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകാൻ കഴിയും. കൂടാതെ ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും വിലയേറിയ വിഭവമാകാനും കഴിയുന്നുണ്ട്. ഇനി നമുക്ക് പറയുന്നത് ലൈഫ് സ്റ്റോറിയെക്കുറിച്ചാണ്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.